ഹലോ ഫ്രണ്ട്സ്, കരിയർ അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പൊതുവെ ഒരു സ്കീമിനെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ അഗ്നിപഥ് എന്ന സ്കീം. അഗ്നിപഥ് എന്ന സ്കീം ഡിഫൻസ് ഫോഴ്സിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ്. അഗ്നിപഥിൽ കൂടെ അഗ്നിവീർ ആകുവാനുള്ള അവസരമാണ്. ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൻ്റെ ആർമിയിലേക്കും നേവിയിലേക്കും എയർഫോഴ്സിലേക്കും കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുന്ന മെത്തേഡാണിത്. ഈ അഗ്നിപഥ് സ്കീം പ്രത്യേകിച്ച് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പണ്ടൊക്കെ നമ്മുടെ ഡിഫൻസിൽ ചേരണമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് ചേരുകയും അവർക്ക് ഏതാണ്ട് 20 വർഷത്തെ സർവീസ് കിട്ടുകയും ചെയ്യുമായിരുന്നു. 20 വർഷത്തെ സർവീസ് കഴിയുമ്പോൾ നല്ലൊരു തുകയും ഒപ്പം റിട്ടയർമെന്റ് ബെനിഫിറ്റും ഉള്ള സ്കീമായിരുന്നു നേരത്തെ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു വ്യതിയാനം സംഭവിച്ചുകൊണ്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്ന അഗ്നിവീർ എന്ന പദ്ധതിയാണ്. ഇതുമൂലം 4 വർഷത്തെ സേനയിൽ തുടരാനുള്ള അവസരമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ അനേകം വിമർശനങ്ങൾ ഉയർന്നു വന്ന സ്കീമാണ്. നമ്മളുടെ നാട്ടിലെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ സാധാരണ നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാത്ത ചില തീരുമാനങ്ങൾ വരികയോ നമ്മൾ വിമർശന ബുദ്ധിയോടുകൂടി കാണുന്ന ചില തീരുമാനങ്ങൾ വരികയോ ചെയ്യുമ്പോൾ നമ്മൾ നിസ്സഹകരണം ചെയ്യാറുണ്ട്. സത്യത്തിൽ ഇതുമൂലം നമ്മളുടെ സാധ്യതകൾ നഷ്ടപ്പെടുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാലാകാലങ്ങളിൽ ഭരണത്തിൽ വരുന്ന സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുകളും അവർക്ക് താല്പര്യമുള്ളതും ജനക്ഷേമകരവുമാണ് എന്ന് വിചാരിക്കുന്ന സ്കീമുകളാണ് നടത്തപ്പെടുന്നത്. ആ സ്കീമുകൾ ഗവൺമെന്റ് നടത്തുവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് മാത്രമേ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. ചിലപ്പോഴെങ്കിലും നമ്മളുടെ ചില സങ്കുചിത മനോഭാവം കൊണ്ട് ആവാം, അങ്ങളുടെ ചിന്ത കൊണ്ടൊക്കെ ആവാം, നമ്മൾ ഈ സ്കീമിനെതിരെ മുഖം തിരിച്ചു നിൽക്കാറുണ്ട്. ചിലപ്പോൾ നമ്മൾക്കറിയാം, ഹെൽത്ത് സെക്ടറിലും റോഡ് വൈഡനിങ്ങിലും ഒക്കെ കേന്ദ്ര സർക്കാർ തുടങ്ങിയ സ്കീമുകളിൽ നമ്മൾ തുടങ്ങിയത് അവർ പ്രഖ്യാപിച്ചപ്പോൾ ഒന്നും ആയിരുന്നില്ല. വളരെ കാലതാമസത്തിന് ശേഷമാണ് നമ്മൾ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബാക്ക് സീറ്റിലേക്ക് പോയോ എന്ന് സംശയിക്കുന്നു. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ ആവശ്യം, ഈ അഗ്നിവീർ എന്ന് പറയുന്ന ഈ സ്കീമിനെ വിമർശനത്തിന് വിധേയമാകുമ്പോൾ പണ്ടത്തേതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ സ്കീം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മളുടെ വീക്ഷണങ്ങൾ കൊണ്ടോ രാഷ്ട്രീയ കാഴ്ചപ്പാട് കൊണ്ടോ എതിർപ്പ് കൊണ്ടോ ആവാം. എനിക്ക് ആകെ പറയുവാനുള്ളത്, കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റ് സ്കീമുകളിൽ നിന്നും നമ്മൾക്ക് ലഭിക്കാവുന്ന നേട്ടങ്ങൾ നേടിയെടുക്കുന്നതാണ് ബുദ്ധി. അതുകൊണ്ട് ഈ സ്കീമിനെ വിശദമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ അഗ്നിവീർ പദ്ധതിയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ഡിഫൻസ് ഫോഴ്സിലേക്ക്, അതായത് നേവി, എയർഫോഴ്സ്, ആർമി ഫോഴ്സുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് വരെയുള്ളവർക്കുമുണ്ട്, 12ാം ക്ലാസ് പാസ്സായവർക്കുമുണ്ട്. പ്രായം 17.5 വയസ്സ് തൊട്ട് 21 വയസ്സിൽ താഴെയായിരിക്കണം. ഇപ്പോൾ ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം, എയർഫോഴ്സിന്റെ വേക്കൻസി വന്നു തുടങ്ങിയിരിക്കുന്നു, നോട്ടിഫിക്കേഷൻ വന്നു, ഓൺലൈൻ ആപ്ലിക്കേഷൻ വിളിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി പറയുന്നത്. തുടർച്ചയായി ഇനിയും നേവിയുടെയും ആർമിയുടെയും നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. അങ്ങനെയെങ്കിൽ ഇതിന്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഒന്നാമത്തെ പ്രത്യേകത, 4 വർഷത്തേക്ക് മാത്രമാണ് ഇവിടെ നമ്മൾക്ക് കിട്ടുന്ന ജോലി. ഒരുപക്ഷെ നിങ്ങൾ ഇതിനെ നെഗറ്റീവായി കാണാം. ഞാൻ നേരെ തിരിച്ചൊന്ന് ചോദിക്കട്ടെ. 17 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടി, 21 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അവർക്ക് 4 വർഷത്തേക്കുള്ള ഒരു അസൈൻമെന്റ് ലഭിക്കുമ്പോൾ അല്ല എങ്കിൽ ഈ കാലഘട്ടത്തിൽ അവരെന്തായിരിക്കും ചെയ്യാൻ സാധ്യത? എനിക്ക് തോന്നുന്നത്, ഒന്നുകിൽ കുറെ സമയം മൊബൈൽ കളിച്ച് നടക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയം ബൈക്കിൽ കയറി നടക്കാം. പ്രൊഡക്റ്റീവായ എന്തെങ്കിലും പദ്ധതികൾ നമ്മുടെ കുട്ടികൾ ഈ പ്രായത്തിൽ ചെയ്യും എന്നുള്ള സാധ്യത വളരെ കുറവായിട്ട് കാണുന്നു. അങ്ങനെയെങ്കിൽ ഈ 4 വർഷം രാജ്യത്തെ സേവിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ഡിസിപ്ലിൻഡ് സിറ്റിസണായി അവൻ വളരും എന്നുള്ളതിന് സംശയമില്ല. കാരണം ആർമിയുടെയോ നേവിയുടെയോ എയർഫോഴ്സിന്റെയോ ശിക്ഷണത്തിൽ 4 വർഷം നല്ലൊരു സിറ്റിസണായി പോകുവാനുള്ള അവസരമായി ഇതിനെ കാണണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇതിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ഈ 4 വർഷക്കാലം എന്തെങ്കിലും ഒരു സ്കിൽ അവർക്ക് നേടും. ഒരുപക്ഷെ കാറ്ററിംഗ് വിഭാഗത്തിലാവാം, ഹൗസ് കീപ്പിങ്ങിലാവാം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സൈഡിലേക്കാകാം, പോളിടെക്നിക്ക് പോലുള്ള പുതിയ കോഴ്സുകൾ പഠിക്കുന്ന ലെവലിലാകാം. എന്തായിരുന്നാലും 4 വർഷം കൊണ്ട് എന്തെങ്കിലും സ്കിൽ ഡെവലപ്പ് ചെയ്ത് അവർ പുറത്തു വരുമ്പോൾ, ഏതാണ്ട് 24-26 വയസ്സൊക്കെയുള്ള ചെറുപ്പക്കാരൻ പുറത്തു വരുമ്പോൾ
ഒരു ഡിസിപ്ലിൻഡ് ഫോഴ്സിന്റെ ഭാഗമായി വരും, എന്തെങ്കിലും ഒരു പ്രത്യേക സ്കില്ല് പഠിച്ചിട്ടുള്ളവനായി വരും. ഇതിന്റെ മൂന്നാമത്തെ പ്രത്യേകത, ഈ 4 വർഷവും കുറവല്ലാത്ത ഒരു തുക, ഏതാണ്ട് 30,000 രൂപയാണ് ശമ്പളം പറയുന്നത്. അതിൽ കുറെ ഡിഡക്ഷൻ ഒക്കെ ഉണ്ടാവാം. കുറവില്ലാത്ത ഒരു തുക നമ്മൾക്ക് ശമ്പളമായി മാസം മാസം ലഭിക്കും. ഒരുപക്ഷെ എന്തെങ്കിലും കാരണവശാൽ അപകടം സംഭവിക്കുകയോ അതോ അതിനപ്പുറത്ത് മരണം വരെ സംഭവിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവുമെന്നുള്ളത് ഉറപ്പാണ്. അഞ്ചാമത്തെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, 4 വർഷത്തെ സർവീസിന് ശേഷം തിരിച്ചിറങ്ങുമ്പോൾ കുറഞ്ഞത് 10 ലക്ഷം രൂപയെങ്കിലും ഇവർക്ക് വൺ ടൈം നിധിയായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 10 ലക്ഷത്തിലധികം വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, 25 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു പുതിയ സ്കിൽ പഠിക്കുകയും ഒപ്പം 10 ലക്ഷം രൂപയും സമ്പാദിച്ചുകൊണ്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു സംശയവും വേണ്ട, അവന് ജീവിതം തുടങ്ങുവാനുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഗവൺമെന്റിൽ നിന്ന് കൊടുത്താൽ മാത്രം മതി എന്ന് ചിന്തിച്ചാൽ മതി. ഏറ്റവും വളരെ പ്രത്യേകതയുള്ളത്, അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഈ സെലക്ട് ചെയ്യപ്പെടുന്നതിൽ 25% കുട്ടികളെ സ്ഥിരമായി ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിലേക്ക് എടുക്കുന്നുമുണ്ട്. ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അവരുടെ 4 വർഷത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇവാലുവേറ്റ് ചെയ്ത് ഒരു ഓൾ ഇന്ത്യ ബേസ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി 25% കുട്ടികളെ ജോലിയിൽ എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഏതാണ്ട് 1000 പേരെ ഒരു വർഷം എടുത്താൽ 750 പേർക്ക് 4 വർഷം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് മടങ്ങാം 10 ലക്ഷം രൂപയുമായി. ബാക്കി 250 പേർക്ക് ഇന്ത്യൻ ഡിഫൻസിന്റെ ഭാഗമായി ജോലി തുടരാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടാവും. ചിലപ്പോഴെങ്കിലും ഡിഫൻസിൽ ജോലി ചെയ്ത് തുടങ്ങിയിട്ടുള്ളവർ പലരും കേട്ടിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഇങ്ങനെ നിർത്തിപ്പോയാൽ മതി, അവരുടെ ചില കാരണങ്ങൾ കൊണ്ടാണ്. അവർക്ക് അവിടെ ഡിസിപ്ലിൻ ശരിയാവുന്നില്ലെന്നോ, സ്വാതന്ത്ര്യക്കുറവാണെന്നോ, അല്ലെങ്കിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളുണ്ടെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടാവാം. അങ്ങനെയെങ്കിൽ ഇത് നിങ്ങൾക്ക് ശ്രമിക്കാവുന്ന ഒരു സ്കീമല്ലേ. നമ്മളുടെ സമീപത്ത് 10ാം ക്ലാസ്സിന് ശേഷം വിദ്യാഭ്യാസത്തിന് മുന്നോട്ട് പോകാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ 12ാം ക്ലാസ്സിന് ശേഷം വീണ്ടും വിദ്യാഭ്യാസം മുന്നോട്ട് പോകാൻ പറ്റാത്തവരോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശ്രമിക്കാവുന്നതാണ്. ഇതിന് ഫിസിക്കൽ മെഷർമെന്റ് ഒക്കെ ഉണ്ട്. ഹൈറ്റ് 152 സെന്റിമീറ്റർ മാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രധാനമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വേക്കൻസി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ്. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഇന്ത്യൻ സേനയുടെ ഭാഗമാകുവാനും രാജ്യത്തെ സേവിക്കുവാനും അതിനേക്കാൾ ഉപരി ഒരു ഡിസിപ്ലിൻഡ് സിറ്റിസണായി ട്യൂൺ ചെയ്യുവാനുമുള്ള ഒരു തുടക്കം നമ്മളുടെ ചെറുപ്പക്കാർക്ക് കൊടുക്കുന്നു. 18 വയസ്സിനും 21 വയസ്സ് മധ്യപ്രായമുള്ളവർക്കാണ് 4 വർഷത്തെ സേനാ പരിചയമാണ്. ഒരുപക്ഷെ പല വികസിത രാജ്യങ്ങളിലും എല്ലാവരും അവരവരുടെ ഡിഫൻസ് ഫോഴ്സിന്റെ ഭാഗമാകുന്നത് രാജ്യ നന്മയ്ക്കാണെന്നുള്ള തിരിച്ചറിവ് പല വിദേശ രാജ്യങ്ങളിലുമുണ്ട്. ഒരുപക്ഷെ നമ്മളുടെ സർക്കാരിനും ആ ഒരു തിരിച്ചറിവിന്റെ ഭാഗമാവാം ഈ സ്കീം തുടങ്ങിയത്. അതുകൊണ്ട് നമ്മളുടെ അറിവിലും നമ്മളുടെ പരിചയത്തിലും 10ാം ക്ലാസ്സിന് ശേഷമോ 12ാം ക്ലാസ്സിന് ശേഷമോ വിദ്യാഭ്യാസം അവരവരുടേതായ കാരണങ്ങൾ കൊണ്ട് തുടരാൻ പറ്റാത്ത ആൺകുട്ടികളോ പെൺകുട്ടികളോ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വാർത്ത എത്തിക്കുക. എയർഫോഴ്സിലേക്കുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സാധാരണ കൊച്ചു ടെസ്റ്റുകളൊക്കെ മാത്രമേ ഉള്ളൂ. 10ാം ക്ലാസ് വരെയുള്ള സ്റ്റാൻഡേർഡുള്ള ടെസ്റ്റും ചില ഫിസിക്കൽ ടെസ്റ്റുകളും നടത്തിയാൽ നമുക്ക് സെലക്ഷൻ ലഭിക്കാവുന്നതേ ഉള്ളൂ. പണ്ട് കാലങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് ആർമിയിൽ ലഭിച്ചതുപോലെ, ഡിഫൻസിൽ പ്രവേശനം ലഭിച്ചതുപോലെ കിട്ടാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ അവസരം വിനിയോഗിക്കുക. വീണ്ടും പുതിയ വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.